ഗൈസ്, വെൽക്കം ടു നിജൂസ് വ്ളോഗ്സ്. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കാലിയാക്കുന്ന വിധം നമുക്കറിയാൻ പറ്റില്ല. നമുക്കറിയാം, ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടി മടിയുള്ളവരാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ മൊത്തം പാത്രം കാലിയാക്കി ഇനിയും വേണമെന്ന് നമ്മളോട് പറയും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ നൂഡിൽസാണ്. അതിനാവശ്യമായ ചേരുവകൾ ഞാനിവിടെ ഒരു സബോള ചെറുതായി കൊത്തി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു മുറി ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു. ഒരു പച്ചമുളക് പൊളന്നിട്ടു. അല്പം കറിവേപ്പില. പിന്നെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് വേവിച്ചെടുത്ത് ടൊമാറ്റോയും കൂടെ ചേർത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത് ചിക്കൻ. പിന്നെ നൂഡിൽസ് ഞാൻ വേവിച്ച് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയെല്ലാം ഇട്ട് വേവിച്ച് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നു. ആദ്യമായി നമുക്കെന്നാൽ ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി നമ്മൾ സ്റ്റവ് കത്തിച്ചു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ എണ്ണ ഒഴിച്ചു. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. റൈസ് ബ്രാൻ ഓയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പ്രഷറുള്ളവർക്കും ഹാർട്ടിന് പ്രശ്നമുള്ളവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. റൈസ് ബ്രാൻ ഓയിൽ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അവരുപയോഗിക്കുന്നത് ഹാർട്ട് പേഷ്യൻസിനോടൊക്കെ നമ്മൾ പറയുന്നത് റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യാനാണ്. വെളിച്ചെണ്ണയിൽ സേഫ് റൈസ് ബ്രാൻ ഓയിലാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മളാദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം. നൂഡിൽസ് ഓൾറെഡി നമ്മൾ മസാല ഇട്ട് വേവിച്ച് വെച്ച കാരണം ഉപ്പുണ്ടായിരിക്കും. ചിക്കനും ഒക്കെ ഉപ്പിട്ടത് കാരണം ഉപ്പിടേണ്ട ആവശ്യമില്ല. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പച്ചമുളക് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് ചെറുതായി വഴന്നു വന്ന് കഴിയുമ്പോൾ നമ്മളതിലോട്ട് വെജിറ്റബിൾസ് ഇടാം. നമുക്ക് ആദ്യം നമ്മൾ കുക്കുംബർ ഇടുന്നു. കുക്കുംബറൊക്കെ ഡൈജഷന് വളരെ നല്ലതാണ്. പിന്നെ ക്യാരറ്റ് ഇടുന്നു. ക്യാരറ്റ് ഹെൽത്തിയാണ്. കണ്ണിനൊക്കെ വൈറ്റമിൻ എയും എല്ലാം കിട്ടാൻ നല്ലതാണ്. പിള്ളേർക്കല്ലാതെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവരിതൊന്നും കഴിക്കുകയില്ല. മാഗിയുടെ കൂട്ടത്തിൽ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷത്തോടെ അവർ കഴിക്കും. അവർക്ക് പച്ചക്കറിയെ മാത്രമായിട്ട് എടുത്ത് മാറ്റി വെക്കാനും പറ്റിയല്ലോ. ഹായ്, നോക്കിക്കേ എന്ത് നല്ല കളർഫുള്ളായിട്ടാണ് വരുന്നതെന്ന്. ഇനി നമ്മളിതെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയോളം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം. സോട്ട് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം വഴറ്റി സോട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ സോസൊക്കെ ആഡ് ചെയ്യാൻ. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം വഴന്ന് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ സോസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്തേച്ചാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ തക്കാളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ക്യാപ്സിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കുറച്ചുകൂടെ ഉണ്ടാവും. ക്യാപ്സിക്കം, സെലറി, സ്പ്രിംഗ് ഒനിയൻ, പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. ഞാനിതിപ്പോൾ നല്ല എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടിഫിനായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു നുള്ളു ടൊമാറ്റോ സോസ് നമുക്ക് ചേർക്കാം. ഒരു പൊടിക്കൊരു എളുപ്പം മതി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം മതി. ഇത് കഴിയുമ്പോൾ ഇനി നമുക്കിത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ്, മസാലകളെല്ലാം ചേർത്ത് നൂഡിൽസ് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണിത്. നമ്മുടെ നൂഡിൽസിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല സ്വാദിഷ്ടമായ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം.
യമ്മി, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ ഒറ്റ ഇരിപ്പിന് തന്നെ ഇത് ഫുള്ളിരുന്ന് തിന്ന് തീർക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.